നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. യുവാക്കളുടെ ഓൺലൈൻ ലോകം അതിവേഗം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് ആപ്പ് ടിക്ടോക്കിന്റെ 2018 കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ഫേസ്ബുക്കിനും വാട്സാപ്പിനും സ്നാപ്ചാറ്റിനും പോലും കീഴടങ്ങാത്ത കുഞ്ഞുകുട്ടികൾ പോലും രാപ്പകൽ ടിക്ടോക്കിലാണ്. ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്നത് സംബന്ധിച്ച് ടെക് വിദഗ്ധർ ഗവേഷണം നടത്തുന്നുണ്ട്. ഗവേഷണം നടത്താൻ ഫേസ്ബുക്ക് വിദഗ്ധരും ഇറങ്ങിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി ടിക്ടോക്കിൽ എത്തുന്നത് 11നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണെന്നാണ് റിപ്പോർട്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ സെൽഫി വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നത്. ഫ്രാൻസിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം മൊത്തം ടിക്ടോക്ക് ഉപയോക്താക്കളിൽ 38% കുട്ടികളാണ് എന്നതാണ്. ഇവരിൽ തന്നെ ഭൂരിഭാഗം പെൺകുട്ടികളാണ്. ഇവരെല്ലാം പോസ്റ്റ് ചെയ്യുന്ന സെക്സി വീഡിയോകളാണ് വലിയ ചർച്ചാ വിഷയം. ലൈക്കും ഫോളോവേഴ്സും കൂടുതൽ ലഭിക്കാനായി അർദ്ധനഗ്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ട്. ലൈക്ക് കുറഞ്ഞു പോയാൽ അടുത്ത വീഡിയോയിൽ കൂടുതൽ സെക്സിയായി എത്താൻ കുട്ടികൾ തയ്യാറാകുന്നുവെന്നത് വൻ ഭീഷണിയാണ്. ടിക്ടോക്കിൽ നിന്നുള്ള പല വീഡിയോകളും ഇതിനകം തന്നെ മുൻനിര പോൺ വെബ്സൈറ്റുകളിലും യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള പൊതു പോർട്ടലുകളിലും സെക്സ് ടാഗോടെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ടിക്ടോക്ക് പോസ്റ്റ് ഉടമയുടെ അനുമതിയോടെ അല്ല ഇത് നടക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ടിക്ടോക്കിലെ 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സെക്സി വീഡിയോകൾ മാത്രം ഉൾപ്പെടുത്തി വീഡിയോ ബ്ലോഗുകളും വെബ്സൈറ്റുകളും ചെയ്യുന്നവർ പോലുമുണ്ട്. ടിക്ടോക്ക് ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ നിരവധി വീഡിയോകളാണ് മുന്നിലേക്ക് വരുന്നത്. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത സെക്സി വീഡിയോകൾ ഉൾപ്പെടുത്തി ആൽബം നിർമ്മിക്കുന്നവർ തന്നെയുണ്ട്. തമാശകൾ, സ്കിറ്റുകൾ, നഗ്നത, നിയോ നാസി, കരോക്ക വീഡിയോകൾ, പാട്ടുകൾ, അങ്ങനെ പോകുന്നു ടിക്ടോക്ക് തരംഗം. ഭൂരിഭാഗം വീഡിയോകളിലും കുഞ്ഞു കുട്ടികളാണ്. 10നും 20നും ഇടയിലുള്ള കുട്ടികളാണ് ടിക്ടോക്കിന് കീഴടങ്ങിയിരിക്കുന്നത്. എന്നാൽ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ സോഷ്യൽ മീഡിയ മേഖലയിൽ ഈ വീഡിയോകൾ നാളെ എന്ത് ദുരന്തമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കില്ല. ടിക്ടോക്കിലെ വീഡിയോകൾ കാരണം കുടുംബം തകർന്നവരും ബന്ധുക്കൾ കൈവിട്ടവരും അടുത്ത സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവരും നിരവധിയാണ്. ടിക്ടോക്കിലെ ചില സെക്സി വീഡിയോകൾ പലരെയും വേട്ടയാടി ജീവിതം തന്നെ തകർത്തേക്കാം. ടിക്ടോക്കിൽ ഒന്നിനും നിയന്ത്രണമില്ല. എന്തും ഏതും എപ്പോഴും പോസ്റ്റ് ചെയ്യാം. നിയന്ത്രണമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നണിയിൽ നടക്കുന്ന പല സംഭവങ്ങളും കമ്പനി അധികൃതർ അറിയുന്നു പോലുമില്ല. മിക്ക രാജ്യങ്ങളിലെയും പോലീസ് തന്നെ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ടിക്ടോക്കിലെ കൗമാര ഉപയോക്താക്കൾ സൂക്ഷിക്കണം, ലൈംഗിക ആക്രമണങ്ങളെ കരുതിയിരിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. എന്തിന് ചൈനയിലെ മുൻനിര മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് വരെ ടിക്ടോക്കിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. സെക്സി വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ കുറ്റവാളികൾ പിന്തുടരുന്നുണ്ട്. ടിക്ടോക്കിലെ പേര്, ഫോൺ നമ്പർ, ധരിക്കുന്ന സ്കൂൾ യൂണിഫോം ഇവ മനസ്സിലാക്കി പിന്തുടരുന്നുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഓൺലൈനിൽ ലഭ്യമായ ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ള മറ്റു വെബ്സൈറ്റുകളിൽ നിന്നും വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ച് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നു. സ്കൂളിൽ പോകുന്ന മിക്ക വിദ്യാർത്ഥികളും ഇന്ന് ടിക്ടോക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഫോട്ടോ ഉപയോഗിക്കാത്ത പെൺകുട്ടികൾ പോലും ടിക്ടോക്കിൽ എല്ലാം വെളിപ്പെടുത്തുന്നു. സെൽഫി വീഡിയോകളാൽ സമ്പന്നമാക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികൾ ഡാൻസിന് വേണ്ടി വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ ടിക്ടോക്കിൽ നിന്ന് പുറത്തു വരുന്നത് സെക്സി ലേബലിലാണ്. യൂട്യൂബ് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അത് മനസ്സിലാക്കാവുന്നതാണ്. സെക്സി ദുരന്തം വ്യാപകമായതോടെ കഴിഞ്ഞ ജൂലൈയിൽ ഇന്തോനേഷ്യ സർക്കാർ ടിക്ടോക്ക് നിരോധിച്ചു. ടിക്ടോക്കിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിരവധി ബോധവൽക്കരണ വീഡിയോകൾ വരെ പുറത്തിറക്കുകയും ചെയ്തു. ചൈൽഡ് പോണോഗ്രഫി തന്നെയാണ് ടിക്ടോക്കിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും ദുരന്തവും. വീഡിയോ നിരീക്ഷിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും 6000 മുതൽ 10000 പേരെ വരെ നിയമിച്ചിട്ടുണ്ടെന്നാണ് ടിക്ടോക്ക് പറയുന്നത്. എന്നാൽ വീഡിയോകളുടെ എണ്ണം കൂടിയതോടെ ഒന്നും ചെയ്യാനാകാതെ അവർ തന്നെ ബുദ്ധിമുട്ടുകയാണ്. വിവിധ ഭാഷകളിൽ നിന്നെത്തുന്ന വീഡിയോകളെ നിയന്ത്രിക്കുക തന്നെ അസാധ്യമാണ്. സുരക്ഷിതമെന്ന ലേബൽ ഉണ്ടെങ്കിലും ടിക്ടോക്കിൽ സെക്സ്, നഗ്ന ഫോട്ടോകളും വീഡിയോകളും ആവശ്യപ്പെടുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ടിക്ടോക്കിന്റെ സ്ഥിരം ഉപയോക്താക്കളായ കുട്ടികൾ തന്നെ ഈ പരാതിയുമായി പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. കുട്ടികൾ പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്ക് താഴെ കമന്റായും നഗ്ന ഫോട്ടോ ആവശ്യപ്പെട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പലരും. വീഡിയോകളും നഗ്ന ഫോട്ടോകളും അന്വേഷിക്കുന്ന വ്യക്തി എന്ന വിശേഷണത്തോടു കൂടിയ പ്രൊഫൈൽ വരെ ടിക്ടോക്കിൽ കാണാം. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ
പോസ്റ്റുകൾക്ക് താഴെ വരെ നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഉണ്ടെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. 13 വയസ്സിനു താഴെ പ്രായമുള്ളവർക്ക് ടിക്ടോക്ക് ഉപയോഗിക്കാനാകില്ല എന്നതാണ് ചട്ടം. പക്ഷേ എന്നിട്ടും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നഗ്ന ഫോട്ടോകളുമായി ബന്ധപ്പെട്ട പതിവ് ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചുള്ള സെർച്ചിൽ ടിക്ടോക്കിൽ നിന്ന് റിസൾട്ടുകളൊന്നും ലഭിക്കില്ല എങ്കിലും ചില ഹാഷ്ടാഗുകൾ നയിക്കുന്നത് ഇത്തരം മേഖലകളിലേക്കാണ്. നഗ്ന ഫോട്ടോകൾ വ്യാപകമായി ഷെയർ ചെയ്യുന്ന അക്കൗണ്ടുകളെ ചുറ്റിപ്പറ്റിയുള്ളവരും നിരവധിയാണ്. കമന്റായോ സന്ദേശമായോ വീഡിയോയായോ ഫോട്ടോയായോ അയക്കാനോ പോസ്റ്റ് ചെയ്യാനോ ടിക്ടോക്ക് അനുവദിക്കാത്തതിനാൽ ഇരയെ ആകർഷിക്കാനായി മറ്റു വഴികൾ തേടുന്നവരും നിരവധിയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നല്ല ബന്ധം സ്ഥാപിച്ച ശേഷം പിന്നീട് തുടർന്നുള്ള സൗഹൃദം മറ്റ് ആപ്ലിക്കേഷനുകൾ വഴിയാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത്തരം അക്കൗണ്ടുകൾ ഒറ്റപ്പെട്ടതല്ല, ആയിരക്കണക്കിന് ഫോളോവേഴ്സുള്ള അക്കൗണ്ടുകളുമുണ്ട്. കുട്ടികളെന്ന വ്യാജേന അക്കൗണ്ട് നിയന്ത്രിച്ച് നഗ്ന ഫോട്ടോകളും മറ്റും ആവശ്യപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ഒരു അക്കൗണ്ട് ഉടമയുടെ യഥാർത്ഥ പ്രായം മനസ്സിലാക്കാനുള്ള സംവിധാനം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ടിക്ടോക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കുക. തമാശകളാവാം, ഒരിക്കലും അതിര് കടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെയാണ്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ മുന്നിലുണ്ട്. യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എത്തിക്കാവുന്നവരുടെ അടുത്തേക്കൊക്കെ തന്നെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനോരമ ഓൺലൈനാണ് ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അവർക്ക് നന്ദി പറയാതെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒപ്പം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.